എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ തുടരവെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുറപ്പെടുവിച്ച ഉത്തരവിൽ അന്വേഷണം നടത്തും. കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിന് കമ്പ്യൂട്ടറോ പേപ്പറോ അനുവദിച്ചിട്ടില്ലെന്ന് ഇഡി വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുണ്ട്. ജയിലിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ ആദ്യ ഉത്തരവ് പുറത്തിറക്കിയെന്ന എഎപിയുടെ ജലവിഭവ വകുപ്പ് മന്ത്രി അതിഷി മെർലേനയുടെ പ്രസ്താവന നേരത്തെ വിവാദമായിരുന്നു. അതിഷി ചൂണ്ടിക്കാണിച്ച ഉത്തരവ് വ്യാജമാണെന്നാരോപിച്ച് ബിജെപി രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് സർക്കാർ ഉത്തരവ് തയ്യാറാക്കാൻ സാധിക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലെന്ന വിവരം പുറത്തുവരുന്നത്. വിഷയത്തിൽ മന്ത്രി അതിഷി മെർലേനയെ ഇഡി ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ആരാണ് അതിഷിക്ക് കത്ത് നൽകിയതെന്നും എപ്പോഴാണ് നൽകിയെന്നതിലും വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ. ജലവിഭവ വകുപ്പിലെ നടപടിക്കായി ഞായറാഴ്ചയാണ് കെജ്രിവാൾ നിർദ്ദേശം നൽകിയത്. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ അധിക ജല ടാങ്കറുകൾ വിന്യസിക്കാനും അഴുക്കുചാലുകളുടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനുമായിരുന്നു കത്തിലെ നിർദ്ദേശം. പേപ്പറിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട നിലയിലുള്ള കത്തായിരുന്നു ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടത്. കെജ്രിവാളിനെ ഇഡി കസ്റ്റഡിയിൽ വിടുമ്പോൾ പങ്കാളി സുനിത കെജ്രിവാളിനും പേഴ്സണൽ സെക്രട്ടറി വിഭവ് കുമാറിനും വൈകുന്നേരം 6-നും 7-നും ഇടയിൽ അരമണിക്കൂർ സന്ദർശിക്കാൻ അനുമതി നൽകിയിരുന്നു. കൂടാതെ കെജ്രിവാളിന്റെ വക്കീലിനും അരമണിക്കൂർ സന്ദർശിക്കാൻ അനുമതിയുണ്ട്. ഇത്തരത്തിൽ സന്ദർശന സമയത്താണോ കത്തിൽ ഒപ്പിട്ട് നൽകിയതെന്നും ഇഡി അന്വേഷിക്കുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രി അറസ്റ്റിലായ കെജ്രിവാളിനെ കോടതി മാർച്ച് 28 വരെ ഇഡി കസ്റ്റഡിയിൽ വിട്ടിരുന്നു. 9 തവണ ബോധപൂർവം സമൻസ് അവഗണിച്ച കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന ഇഡിയുടെ വാദം അംഗീകരിച്ചാണ് സിബിഐ പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടത്. കെജ്രിവാളിന്റെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി മണിക്കൂറുകൾക്കകമായിരുന്നു വ്യാഴാഴ്ച രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതേസമയം അറസ്റ്റ് ചെയ്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അടിയന്തര സിറ്റിംഗ് നടത്തി തന്നെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരണഘടനാ വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും ബിജെപി ദേശീയ സെക്രട്ടറി മജീന്ദർ സിംഗ് സർസ ആരോപിച്ചിരുന്നു. കത്ത് കെട്ടിച്ചമച്ചതാണെന്നും ഡൽഹി സർക്കാർ ഓഫീസ് ഹൈജാക്ക് ചെയ്യപ്പെട്ടുവെന്നായിരുന്നു മജീന്ദർ സിംഗ് സർസയുടെ ആരോപണം. നടക്കുന്നത് അധികാര ദുർവിനിയോഗമാണെന്നും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടാതെ എങ്ങനെയാണ് ഉത്തരവിറക്കുകയെന്നും ചോദിച്ച സർസ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഗവർണറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ മുഖമായ നേതാക്കളെല്ലാം ജയിലിലാണ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കൂടി ഇഡി അറസ്റ്റ് ചെയ്തതോടെ തെരുവിലേക്ക് പ്രവർത്തകർ ഇറങ്ങി. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗുമെല്ലാം ജയിലിലായതിനാൽ പാർട്ടി ഇപ്പോൾ പ്രതീക്ഷയോടെ നോക്കുന്നത് നാരീശക്തിയെയാണ്. കെജ്രിവാളിന്റെ ഭാര്യ സുനിത രാഷ്ട്രീയ പ്രവേശനം നടത്തുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം. ഇതിനിടെ ആപ്പിന്റെ പോരാട്ടങ്ങളിൽ ഇപ്പോൾ മുഖമായി നിൽക്കുന്നത് ഡൽഹി മന്ത്രിസഭയിൽ നിർണായക റോൾ വഹിക്കുന്ന അതിഷി മെർലേന എന്ന മന്ത്രിയാണ്. ഡൽഹി സർക്കാരിലെ ഏറ്റവും തിരക്കുള്ള മന്ത്രിയാണ് അതിഷി. ധനം, വിദ്യാഭ്യാസം, റവന്യൂ തുടങ്ങി 18 വകുപ്പുകളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. രാഘവ് ചന്ദ അടക്കമുള്ള നേതാക്കൾ കെജ്രിവാളിന്റെ അറസ്റ്റോടെ ഒന്ന് പതറിയിരിക്കുകയാണ്. എന്നാൽ പോരാട്ടത്തിൽ പ്രവർത്തകർക്കൊപ്പവും വാർത്താ സമ്മേളനങ്ങളിൽ ബിജെപിക്കെതിരെ ആഞ്ഞടിക്കാനാകും അതിഷി മെർലേനയുടെ നീക്കം.